തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്റ്റേഷൻ പരിധിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനങ്ങളും യോഗങ്ങളും ഒത്തുചേരലുകളും നിരോധിച്ചു. സെപ്റ്റംബർ 6 വരെയാണ് നിരോധനം. രാഷ്ട്രീയ സംഘർഷങ്ങളെ തുടർന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ നിരോധനം ഏർപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി വി വിനോദാണ് ചേരുന്നത്. വിനോദ, ഇത്ര കടുത്ത നിയന്ത്രണത്തിലേക്ക് പോകാൻ ഇപ്പോഴത്തെ സാഹചര്യം അത്ര ഗുരുതരമാണെന്നാണോ പോലീസിന്റെ വിലയിരുത്തൽ? കിരൺ, ഇന്ന് വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് CPM-ഉം BJP-യും പ്രകടനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു. നേരത്തെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസ് അക്രമവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അതിനു മുൻപ് നേരത്തെ LDF-ന്റെ ജാഥ ഉണ്ടായിരുന്നു. നഗരസഭാ വികസനത്തെ UDF-ഉം BJP-യും ചേർന്ന് തടസ്സപ്പെടുത്തുന്നു എന്ന് ആരോപിച്ച് ഈ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു 4 മേഖലാ ജാഥകൾ. വഞ്ചൂരിൽ വെച്ച് ഈ ജാഥയിലേക്ക് BJP പ്രവർത്തകർ കടന്നുകയറി ജാഥ അലങ്കോലമാക്കാൻ ശ്രമിച്ചുവെന്ന് LDF ആരോപിച്ചിരുന്നു. അന്ന് BJP CPM സംഘർഷമുണ്ടായി. ഇതിന് പിന്നാലെയാണ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയും പിന്നീട് CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ വീടിന് നേരെയും കല്ലേറുണ്ടായത്. ഈ സംഭവത്തിൽ ചില പ്രതികളെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. വട്ടിയൂർക്കാവിലാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ സംഘർഷം മൂർച്ഛിച്ചത്. അവിടെ കൊടിതോരണങ്ങളും മറ്റ് പാർട്ടി ഓഫീസുകളുമൊക്കെയും ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇന്ന് അവിടെ ഇരുകൂട്ടരും, അതായത് CPM-ഉം BJP-യും പ്രതിഷേധ പ്രകടനം ആഹ്വാനം ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിച്ചു. ഇതിന് പിന്നാലെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. കേരള പോലീസ് ആക്ട് 79 പ്രകാരമാണ് ഈ നിർദ്ദേശം. പൊതുയോഗങ്ങളോ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനങ്ങളോ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ സംഘടിക്കാനോ പാടില്ല എന്നാണ് ഉത്തരവിൽ പറയുന്നത്. വട്ടിയൂർക്കാവ് SHO-ക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സർക്കുലർ നൽകിയിട്ടുള്ളത്. ഏതായിരുന്നാലും ഇന്നത്തെ വൈകിട്ടത്തെ പ്രകടനത്തിൽ നിന്ന് ഇവർ പിന്മാറുമോ എന്നത് ഇനിയും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ചെറിയൊരു ഇടവേളയിലേക്ക്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com